ഹായ് വെൽക്കം ടു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വൺ വേ അനോവയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പഠിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നൊരു ഇതാട്ടോ. കാരണം നമുക്ക് ഇഗ്നോയിൽ പാസ്സാവാൻ 20 മാർക്സാണ് വേണ്ടത്. അതിൽ 10 മാർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇത് അത്രയും ഷുവറായുള്ള ക്വസ്റ്റ്യനാണ്. 10 മാർക്കാണ്, എപ്പോഴും ചോദിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഞാനിപ്പോൾ കാണിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ 2024 ഡിസംബർ ബാച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇത്. അപ്പം ഇതിലും ഈ പ്രാവശ്യം 10 മാർക്സിന് തന്നെയാണ് ചോദിച്ചത് വൺ വേ അനോവ. അപ്പോൾ വൺ വേ അനോവ എന്ന് വെച്ചാൽ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ 2 or more ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ആ ഗ്രൂപ്പിൻ്റെ മീൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൺ വേ അനോവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോയിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്നത് ഡയറക്റ്റായിട്ട് വൺ വേ അനോവ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 ഗ്രൂപ്പുകളാണ് തന്നത്, ABC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് സ്റ്റെപ്സാണ്, ഒരു 8 സ്റ്റെപ്സ് വരുന്നിട്ടുണ്ടോ. ആ സ്റ്റെപ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ABC 3 ഗ്രൂപ്പല്ലേ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എനെ X1, ബിനെ X2, സിനെ X3 അങ്ങനെ അസ്യൂം ചെയ്യും. നമ്മൾ അങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഓരോ X1, X2, X3ൻ്റെയും സ്ക്വയറും നമുക്ക് വേണം. ഓക്കെ, അപ്പം X1 സ്ക്വയർ, X2 സ്ക്വയർ, X3 സ്ക്വയർ, ഈ 3 ഇപ്പോൾ ഇത്രയും ഉള്ളൊരു ടേബിൾ നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓരോന്നിൻ്റെയും സ്ക്വയർ എടുത്തെഴുതുക. നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ അതേപോലെ നമ്മൾ നമ്പേഴ്സ് അതേപോലെ നമ്മൾ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ അപ്പം മേക്ക് ഷുവർ ഈ ഒരു കാൽക്കുലേഷൻ പാർട്ടൊക്കെ ചെയ്യുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കാൽക്കുലേഷൻ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടേബിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മളിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് എടുത്തെഴുതുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൂന്നെണ്ണം നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് അതിൻ്റെ 3 സ്ക്വയർ എഴുതണം. ഓക്കെ, ഇതൊക്കെ കുഞ്ഞു നമ്പർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എക്സാമിന് നമുക്ക് സാധാരണ നോർമൽ കാൽക്കുലേറ്റർ അലൗഡ് ആണ്, സയൻറ്റിഫിക് അലൗഡ് അല്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് സാധാരണ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ സ്ക്വയർ എടുത്തെഴുതാം. 25, 4, 4. X3 അതുപോലെ എഴുതാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം നമുക്ക് സമ്മ് കിട്ടണം. ഓക്കെ, അതായത് സിഗ്മ X1 സ്ക്വയർ. അപ്പോൾ ഈ സാധനങ്ങളാണ് നമ്മളിനി അങ്ങോട്ടുള്ള എല്ലാ കാൽക്കുലേഷനിലും യൂസ് ചെയ്യുന്നത് കേട്ടോ. X1 സ്ക്വയർ, സിഗ്മ X2 സ്ക്വയർ, സിഗ്മ X3 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ ഈ അനോവയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്സ് വരുന്നതുകൊണ്ട് സ്റ്റെപ്സിനെല്ലാം മാർക്ക് കിട്ടും, നല്ലോണം മാർക്ക് കിട്ടും. കാരണം ഞാനിങ്ങനെ കുറേ ആൾക്കാർ റിവ്യൂ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അവർ ചെയ്ത കാൽക്കുലേഷൻ ഒക്കെ ഫൈനൽ ആൻസർ തെറ്റായിരുന്നു, എന്നിട്ട് പോലും അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം സ്റ്റെപ്സിന് അത്രയും മാർക്ക് കിട്ടും. ഫൈനൽ ആൻസർ തെറ്റിയോണ്ട് നമുക്കങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഈ ബേസിക് സംഭവങ്ങളൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇതൊക്കെ നെക്സ്റ്റ് ലെവൽ സ്റ്റെപ്സിന് ഇമ്പാക്റ്റ് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ നമ്മളൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുകയാണ്. അപ്പം എല്ലാത്തിനും നമ്മൾ ബൈ ഡിഫോൾട്ട് എഴുതുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ ഒന്നും തന്നിട്ടില്ല, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തന്നിട്ടില്ല. അപ്പം യൂഷ്വലി നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള അങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ H0 ആസ് യൂഷ്വൽ നൾ ഹൈപ്പോത്തസിസ് ആണ്. നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് ദ മീൻ ഓഫ് ABC എന്ന് എഴുതി. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് ദ മീൻ ഓഫ് ABC. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാണ്, ഹൈപ്പോത്തസിസ് എഴുതി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരുന്നത്.
സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. അതാണ് CX. അതിൻ്റെ ഇക്വേഷനാണിത്. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഉണ്ടല്ലോ, നമ്മൾ സിഗ്മ X1 X2 X3 എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ X1 പ്ലസ് സിഗ്മ X2 പ്ലസ് സിഗ്മ X3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N. ഈ N എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ N ആണ്. N എന്ന് പറഞ്ഞാൽ എന്താണ്, N1 പ്ലസ് N2 പ്ലസ് N3 ആണ്. നമുക്ക് 3 ഗ്രൂപ്പാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും കൗണ്ട് എത്രയാണോ അതിൻ്റെ ആഡ് ചെയ്ത സംഭവമാണ് എന്ത്, ഈ N. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓരോ N1 എത്രയാണ്, 6 ആണ്. കണ്ടില്ലേ, 1 2 3 4 5 6 തന്നെ ഉണ്ട്. അപ്പം N1ഉം N2ഉം N3യും ഇവിടെ 6 ആണ്. അപ്പോൾ 6 + 6 + 6 എന്ത് ചെയ്യും, നമുക്ക് ക്യാപിറ്റൽ N എത്ര കിട്ടും, 18 കിട്ടും. വീഡിയോ കുറച്ച് താഴത്തേക്കായി പോയിട്ടോ എടുത്തതിൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിഗ്മ X1 + X2 + X3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N ഇട്ടു. അവിടെ വാല്യൂ നമ്മൾ റീപ്ലേസ് ചെയ്തു. സിഗ്മ X1 എല്ലാം റീപ്ലേസ് ചെയ്തു. നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടി. CX എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്തത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയർ ഓഫ് ടോട്ടൽ SST എന്നുള്ള കാൽക്കുലേഷനാണ് കേട്ടോ. ഇനി അതിൻ്റെ ഇക്വേഷൻ സിഗ്മ X² മൈനസ് CX ആണ് നമ്മൾ മുന്നേ സ്റ്റെപ്പ് 1 കണ്ടുപിടിച്ചതാണ് CX. അപ്പം ഈ സിഗ്മ X² എന്താ, സിഗ്മ X1² പ്ലസ് സിഗ്മ X2² പ്ലസ് സിഗ്മ X3² മൈനസ് CX. അപ്പം X1² X2² X3² ഒക്കെ സമ്മ് നമുക്ക് നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ആ ടേബിളിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. അതായത് 53 76 76 അതാണ് നമുക്ക് വേണ്ട റീപ്ലേസ് ചെയ്യേണ്ട വാല്യൂസ്. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഇക്വേഷനെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് മൈനസ് CX എന്നത്ര നമുക്ക് കിട്ടിയ വാല്യൂ സ്റ്റെപ്പ് 1 കിട്ടിയത് 180.5 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 24.5. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 2 സം ഓഫ് സ്ക്വയർ ഓഫ് ടോട്ടൽ. ഇതൊരു മെയിൻ സംഭവമാണ്. ഇതിൽ ഫർദർ കാൽക്കുലേഷനൊക്കെ ഈ വാല്യൂ നമുക്ക് വേണം. ഇനി സ്റ്റെപ്പ് 3യിൽ നമ്മൾ കാണുന്നത് സം ഓഫ് സ്ക്വയർ ഓഫ് സം ഓഫ് സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ് ആട്ടോ നമ്മൾ കാണുന്നത്. അതിൽ SSA എന്നാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചില സ്ഥലത്ത് അതിനെ SSB എന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ 2 ടൈപ്പാണല്ലോ പറയുന്നത്. എന്താണ്, ബിറ്റ്വീൻ ഗ്രൂപ്പ്സും പിന്നെ വിത്തിൻ ഗ്രൂപ്പ്സും. അപ്പോൾ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് നമ്മളിവിടെ എമംഗ് ഗ്രൂപ്പ്സ് എന്നുണ്ട്. കാരണം മോർ ദാൻ 2 അല്ലേ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എമംഗ് ഗ്രൂപ്പ്സ് ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് SSA എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ദ ഹോൾ സിഗ്മയാണ് കേട്ടോ. സിഗ്മ X ദ ഹോൾ സ്ക്വയർ അതിൻ്റെ ഹോൾ സിഗ്മ ബൈ N മൈനസ് CX. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോന്നിൻ്റെയും ഡിവൈഡഡ് ബൈ N ആണ്. അതായത് എന്താ പറയുക, നമ്മൾ സിഗ്മ X1 X2 X3 കണ്ടില്ലേ, 17 20 20. അപ്പോൾ 17² പ്ലസ് 20² പ്ലസ് 20² ഡിവൈഡ് ബൈ 6. ഇത് ആക്ച്വലി ഓരോന്നും ഇതിൻ്റെ ഡിനോമിനേറ്റർ ഓരോന്നും ഇപ്പോൾ 17² ബൈ 6 പ്ലസ് 20² ബൈ 6 അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് N കോമൺ ആണല്ലോ, എല്ലാം സെയിം ആണല്ലോ. N1 N2 N3 ഒക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ഹോൾ ഡിവൈഡഡ് ബൈ 6 മൈനസ് CX. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ ആൻസർ കിട്ടി. 1 ആണ് ആൻസർ കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് കണ്ട സ്റ്റെപ്പ് 4 ആണ്. അതിൽ സം ഓഫ് സ്ക്വയർ വിത്തിൻ ദ ഗ്രൂപ്പാണ്. അത് നമുക്ക് എളുപ്പമായിട്ട് കാണാൻ പറ്റും. അതെന്താണ്, സം ഓഫ് ദ സ്ക്വയർ വിത്തിൻ ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SST മൈനസ് SSA അതാണ് വരുന്നത് കേട്ടോ. SST എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 24.5 മൈനസ് SSA എന്ന് പറഞ്ഞാൽ 1. അപ്പം 24.5 മൈനസ് 1 23.5. ഇതാണ് സം ഓഫ് സ്ക്വയർ വിത്തിൻ ദ ഗ്രൂപ്പ്. അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് 4 അതും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 5 ആണ് കാണേണ്ടത്. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഓഫ് സ്ക്വയർ ഓഫ് എമംഗ് ദ ഗ്രൂപ്പ്. അതായത് SSA ഇല്ലേ, അതിൻ്റെ മീൻ, അതായത് MSS
എ എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ് MSSA. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, SSA ഡിവൈഡഡ് ബൈ K-1. K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആട്ടോ. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. ഇവിടെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? ABC അല്ലേ. അപ്പം ഇവിടെ 3 ഗ്രൂപ്പ്സാണ് ഉള്ളത്. അപ്പം SSA ഡിവൈഡഡ് ബൈ 3-1 എന്ന് വരും. അപ്പോൾ SSA എന്ന് പറഞ്ഞാൽ 1 കിട്ടിയിട്ട് 1 ഡിവൈഡഡ് ബൈ 3-1. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ 0.5 വരും. 0.5. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ് കിട്ടി. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് SSW ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSW ഡിവൈഡഡ് ബൈ N-K. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞില്ല 18 ആണെന്ന്. 18 - 3, അപ്പോൾ നമുക്കത് കിട്ടി. SSW ഡിവൈഡഡ് ബൈ ഇത്, അപ്പോൾ നമുക്ക് 1.566 കിട്ടി. അത് അതിൻ്റെ എന്തോ സ്റ്റെപ്പ് വീഡിയോയിൽ എന്തോ മിസ്സായി തോന്നുന്നു കേട്ടോ. അത് ഞാൻ അപ്പോൾ സ്റ്റെപ്പ് 6 അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F റേഷ്യോ ആണ്. MSSA ഡിവൈഡഡ് ബൈ MSSW. നമുക്കിതെല്ലാം കിട്ടിയ വാല്യൂസാണ്. അപ്പം MSA എത്ര കിട്ടി? നമുക്ക് മുന്നേ 0.5 കിട്ടി ഡിവൈഡഡ് ബൈ MSSW. ഓക്കെ, നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് F റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ആൻസർ കേട്ടോ. F റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് എത്രയാണ് നമുക്ക് കിട്ടിയ? 0.319 കിട്ടി. ഇനി നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 8. അത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി ഓഫ് അനോവ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതും ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മെയിൻ ഫസ്റ്റ് കോളത്തിൽ ആഡ് ചെയ്യുന്നത് സോഴ്സ് ഓഫ്, അതാണ് ഹെഡിങ്, സോഴ്സ് ഓഫ് വേരിയൻസ്. അതിൽ എമംഗ് ദ ഗ്രൂപ്പും ഉണ്ട്, വിത്തിൻ ദ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ സോഴ്സ് ഓഫ് വേരിയൻസ്, എമംഗ് ദ ഗ്രൂപ്പ്, വിത്തിൻ ദ ഗ്രൂപ്പ്. ഇനി നമ്മൾ ഓരോ കോളത്തിലും എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ ഹെഡിങ് ആയിട്ട് കൊടുക്കും. അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊടുക്കണം. DF എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ സം ഓഫ് സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ് വേണം. പിന്നെ മീൻ വേണം. സം ഓഫ് സ്ക്വയർ ആണിത്. ഇത് മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ ആണ്. ഇത് F റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നും, ഇപ്പം എമംഗ് ദ ഗ്രൂപ്പിൻ്റെ DF എന്താ? K-1. നമ്മൾ ആദ്യമേ മീൻ കാണാൻ വേണ്ടി യൂസ് ചെയ്തില്ലേ? K-1, അതായത് 3-1 = 2. അപ്പോൾ എല്ലാത്തിനും ആൻസർ ഇവിടെ നമ്മൾ എഴുതണം കേട്ടോ. ഓക്കെ, ഇതാണെങ്കിൽ വിത്തിൻ ദ ഗ്രൂപ്പ് ആണെങ്കിൽ N-K. മറ്റേത് ഫസ്റ്റത്തെ എമംഗ് ദ ഗ്രൂപ്പ് ആണെങ്കിൽ K-1. അതിൻ്റെ ആൻസർ 2. N-K നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂനെ അതൊക്കെ 15. ഇനി SSAൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? അതെഴുതുക. 1 ആവുന്നു കിട്ടിയ വാല്യൂ. SSA എത്ര കിട്ടിയ? 1 കിട്ടി. നമ്മൾ അവിടെ നിന്നെടുത്ത് എഴുതുക. SSA 1 കിട്ടി. പിന്നെ വിത്തിൻ ദ ഗ്രൂപ്പ് SSW എത്ര കിട്ടിയ? 23.5. ഇതൊക്കെ നമ്മൾ മുന്നത്തെ വാല്യൂന്ന് എടുത്ത് എഴുതാൻ വേണ്ട കേട്ടോ. ഇതുപോലെ MSS മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ് 0.5, മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ വിത്തിൻ ദ ഗ്രൂപ്പ് 1.5. F റേഷ്യോ കോമൺ ആയിട്ട് അതിൻ്റെ നടുക്ക് വരേണ്ട ആവശ്യമില്ല. F റേഷ്യോ രണ്ടും തമ്മിലുള്ള റേഷ്യോ എന്താ? 0.319 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ അനോവേൻ്റെ കാൽക്കുലേഷൻ കേട്ടോ. ഇനി നമ്മൾ ഹൈപ്പോത്തസിസ് കൺക്ലൂഡ് ചെയ്യേണ്ട സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയുക, ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടുണ്ടോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യും സാധാരണ കേട്ടോ. അപ്പം ക്രിട്ടിക്കൽ വാല്യൂ സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ, ഓക്കെ, ടേബിൾ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? നമുക്ക് ടേബിൾ വാല്യൂ നമുക്ക് കിട്ടുന്നത് DF എന്നാണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ടേബിളിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടേബിളിൽ പോയി നോക്കിയിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ യൂഷ്വലി ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഹൈപ്പോസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ്, അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ
ഈ ക്രിട്ടിക്കൽ വാല്യൂ അല്ലെങ്കിൽ ടേബിൾ വാല്യൂ ആണെങ്കിൽ നള്ള് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതായത് നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ എമംഗ് ദി മീൻ ഓഫ് ദി ഗ്രൂപ്പ്. ഇനി അല്ല ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്, ദർ ഇസ് സിഗ്നിഫിക്കൻസ് ഡിഫറൻസ്, അതായത് നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇത്രയേ ഉള്ളൂ അനോവ കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്റ്റെപ്സ് കൃത്യമായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 മാർക്സ് ഉറപ്പായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ കിട്ടും. സൈക്കോളജി MAPC 006 കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ കാര്യം ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ 2 ആണ്. കണ്ടോ, ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്യണം. എന്ത് വെച്ചിട്ട്, നമ്മുടെ കിട്ടിയ F റേഷ്യോ വാല്യൂ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ ഒന്നും തന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വൺ വേ അനോവ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് എഴുതിയിട്ട് തന്നെ ഒന്ന് പഠിക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ട് കാര്യമില്ല, എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ എനിക്ക് അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.